ഇന്ന് ദുഃഖവെള്ളിയാണ്. ലോകം മുഴുവൻ ഒരു മനുഷ്യന്റെ മരണത്തെ ഇത്രയേറെ നെഞ്ചിലേറ്റ് പരിഹാര പ്രദർശനങ്ങളിലൂടെയും കുരിശിന്റെ വഴികളിലൂടെയും വേനലിന്റെ കാഠിന്യമായ വേനലിൽ മരിച്ചൊരു മനുഷ്യനെ കുറിച്ച് ഇത്രയേറെ ശ്രേഷ്ഠതയോടെ പ്രകീർത്തിക്കുന്ന മറ്റൊരു ദിവസം ലോക ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് മരണത്തെ ഇത്രയേറെ ആഘോഷിക്കുന്നു? എന്തുകൊണ്ട് പീഡകൾ സഹിച്ച് കഠിനമായ വേദനകളിലൂടെ കടന്നുപോയ ഒരു ജീവിതത്തെ ഇത്രയേറെ എടുത്തുയർത്തുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുമ്പോൾ അതിന് വലിയൊരു ജീവിതത്തിന്റെ ദാർശനികതയുണ്ടാണ്. അതിന് വലിയൊരു ദൈവശാസ്ത്രത്തിന്റെ അടിത്തറയുണ്ടാണ്. അതിന് ആത്മീയതയുടെ വലിയ ശക്തിയുണ്ടാണ്. എന്താണ് ഈ ദുഃഖവെള്ളിയുടെ ദാർശനികത? എന്താണ് ദുഃഖവെള്ളിയുടെ ആത്മീയത? എന്താണ് ദൈവശാസ്ത്രത്തിന്റെ അടിത്തറ? ഈ ദുഃഖവെള്ളി കുരിശിന്റെ വഴി. എന്താണ് ഈ കുരിശിന്റെ വഴി നമ്മെ പഠിപ്പിക്കുന്നത്? കുരിശിന്റെ വഴി ഒരു ജീവിത ദർശനമാണ്. മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുള്ള വലിയൊരു പാഠമാണ് ഈ കുരിശിന്റെ വഴി നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് കൂടെ പഠിച്ച പെൺകുട്ടിയെ, അവളുടെ 14 വയസ്സുള്ള മകള് ദിവസം രാവിലെ പോകാനായിട്ട് വിളിച്ചപ്പോ ഇടയിട്ടില്ല, കുട്ടി മിണ്ടുന്നില്ല. പെട്ടെന്ന് തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വലിയൊരു ആശുപത്രിയിൽ ചെന്നു. അപ്പൊ അവര് പറഞ്ഞു സൈലന്റ് അറ്റാക്ക, 48 മണിക്കൂറെങ്കിലും കഴിയാതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് കയറ്റി. എന്നെ അവരുടെ അംഗനമാർക്ക് വിളിച്ച് ഒന്ന് രോഗിലേപനം കൊടുക്കാനായിട്ട് ആ വെന്റിലേറ്ററിന്റെ അകത്തേക്ക് കയറിച്ചത്. ഇവിടെ ചെന്നപ്പോ കണ്ടത് ഒരുപാട് സ്ക്രീനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓക്സിജന്റെ ലെവല്, പൾസ് റേറ്റ്, ഹൃദയമിടിക്കുന്ന ലെവല് ഒക്കെ ഇങ്ങനെ അതിനകത്ത് കാണാം. കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഡോക്ടറോട് ചോദിച്ചു ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു. മുകളിലോട്ടും താഴോട്ടും നേർരേഖയിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു ചുമന്ന വരയുള്ള ECG ആണച്ച ഇത്. ഇതാണ് ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏക തെളിവ്. ഇതാണ് ഈ കുഞ്ഞിൽ ഇനിയും ജീവൻ അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏക തെളിവ് എന്ന് ആ ഡോക്ടർ പറഞ്ഞു. കയറിയും ഇറങ്ങിയും കടന്നു പോകുന്ന ചില രേഖകളാണ് ജീവനുള്ളതിന്റെ തെളിവ് എന്ന് ആ ഡോക്ടറിനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, 2 ദിവസം കഴിഞ്ഞപ്പോ വെന്റിലേറ്റർ എടുത്തപ്പോ മരിച്ചുപോയി. പക്ഷെ ജീവനുണ്ടെന്ന തെളിവ് ഈ കുരിശിന്റെ വഴിയാണെന്ന് ജീവിത ദർശനം നമ്മെ പഠിപ്പിക്കുകയാണ്. കയറ്റവും ഇറക്കവുമുള്ള, ദുഃഖവും സന്തോഷവുമുള്ള, സന്താപവും സന്തോഷവുമുള്ള കയറ്റിറക്കങ്ങളും മനുഷ്യന്റെ ജീവിതമെന്ന് സത്യം നമ്മെ പഠിപ്പിക്കുന്നതാണ് കുരിശിന്റെ വഴി. ഈ കുരിശിന്റെ വഴി ആരംഭിക്കുന്നത് ഓശാനയുടെ
ജൈവിളികളോടെയാണ് ദാവീദിന്റെ പുത്രൻ ഹോശാന എന്ന് പറഞ്ഞ് പാലകവൃന്ദം മുഴുവൻ അവനെ രാജാവായിട്ട് കഴുതപ്പുറത്തുയർത്തിക്കൊണ്ട് പാട്ടുപാടുകയാണ്. കല്ലുകൾ പോലും അവന് വേണ്ടി ജയ് വിളിക്കുമെന്ന് ഉദ്ഘോഷിക്കുകയാണ്. അവിടെ നിന്ന് കടന്നു വരുമ്പോ അവൻ പെസഹ അത്താഴ മേശയില് ശിഷ്യന്മാർക്ക് അപ്പമെടുത്ത് വീഞ്ഞെടുത്ത് മുറിച്ച് കൊടുക്കുന്നുണ്ട്. കാലുകൾ കഴുകുന്നുണ്ട്. പീലാത്തോസിന്റെ പ്രിത്തോറിയത്തിൽ എത്തിച്ചേരുന്നുണ്ട്. കൽത്തൂണിലേറ്റി അടിക്കപ്പെടുന്നുണ്ട്. ചെമ്മൺ വീഴ്ച പാതയിലൂടെ മുട്ടുകൾ പൊട്ടി തകർന്ന് വീഴുന്നുണ്ട്. പിന്നെയും അങ്ങോട്ട് ദൂരം ചെല്ലുമ്പോൾ കൈകളിൽ ആണിയടിക്കുന്നുണ്ട്. ഓസ്ലേമിലെ സ്ത്രീകൾ അവനെ കാത്തിരുന്ന് അവന് വേണ്ടി കരയുന്നുണ്ട്. വേറൊരിക്കൽ അവന് മുഖം തുളയ്ക്കുന്നുണ്ട്. അവസാനം ഈ കുരിശിൽ അവസാനിക്കുന്ന ഒരു യാത്രയെയാണ് നമ്മള് കുരിശിന്റെ വഴി എന്ന് പറയുക. പ്രിയമുള്ളവരെ, ഇത് ജീവിതത്തിന്റെ നേർരേഖയാണ്. ഓരോ മനുഷ്യനും നടക്കേണ്ട വഴികളാണ്. പ്രശംസയുടെ വഴികളുണ്ട്, തള്ളിപ്പറച്ചിലിന്റെ വഴികളുണ്ട്, ഒറ്റിക്കൊടുക്കുന്നതിന്റെ വഴികളുണ്ട്, പലരും ആശ്വസിപ്പിക്കുന്ന വഴികളുണ്ട്. അവസാനം കുരിശിലേറുന്ന ജീവിതത്തിന്റെ സായാഹ്നങ്ങൾ ഉണ്ടെന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന സത്യമാണ് കുരിശിന്റെ വഴിയുടെ ദാർശനികത. നമ്മളൊക്കെ ഈ കുരിശിന്റെ വഴിയിലൂടെ നടക്കുന്നവരാ. കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കൂടെ നിന്നവർക്ക് വേണ്ടി കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരല്ലേ അനുദിനം നമ്മളൊക്കെ. എത്ര നന്മ ചെയ്തിട്ടും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഒരു നല്ല വാക്ക് കേൾക്കാതിരിക്കുമ്പോ ഹൃദയം ഉറങ്ങുന്നൊരു വേദനയുണ്ടല്ലോ. അതിനെയാണ് കുരിശിന്റെ വഴി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെന്ന് കരുതിയവര്, എന്റെ സ്വന്തമെന്ന് കരുതിയവര്, എനിക്കൊരാപത്തുണ്ടായപ്പോ, ഒരു സഹനമുണ്ടായപ്പോ, ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ടായപ്പോ, ഒരു വീഴ്ച പറ്റിയപ്പോ, ഒരു തെറ്റ് പറ്റിയപ്പോ, ഒരു ബലഹീന നിമിഷത്തിൽ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇടറി വീണപ്പോ, പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരൊക്കെ ഓടി ഒളിച്ച ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവിടെയൊക്കെ നീയും നടന്നത് ഈ കുരിശിന്റെ വഴിയിലാണ്. ഏറ്റവും വലിയ വേദന നീ ഒറ്റപ്പെടുമ്പോ, നീ ജീവിതത്തിന്റെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോ, നീ പ്രിയപ്പെട്ടവനെന്ന് കരുതിയ, പ്രാണപ്രിയനെന്ന് കരുതിയ, നിന്റെ സ്വന്തമെന്ന് കരുതിയ, കൂടെ ഉണ്ടാവുമെന്ന് കരുതിയ ആരോ ഒരാള് നിന്നെ കുത്തി നോവിക്കുമ്പോ, നീ അറിയാതെ നിന്റെ പള്ളക്ക് കത്തികേറ്റുമ്പോ, ഹൃദയത്തിലൂടെ നെഞ്ചു കിടക്കുന്ന വാളുകള് വാക്കുകൾ കണ്ട് കേറ്റുമ്പോ നിനക്കുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അതിനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. BC 4 മാർച്ച് 15 ഒരു വെള്ളിയാഴ്ച റോം ഭരിച്ചിരുന്ന സീസർ തന്റെ രാജകൊട്ടാരത്തിൽ നിന്ന് സെനറ്റ് കൂടുന്ന ഹാളിലേക്ക് നടന്നു പോകുമ്പോ 24 കത്തി അവന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറി. കൂടെ ഉണ്ടായിരുന്ന പലരും ചേർന്നാണ് അവനെ ഈ കത്തിക്കിരയാക്കിയത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടു തന്റെ പ്രാണസ്നേഹിതനായ ബ്രൂട്ടസ് ഈ കത്തി കയറ്റിയവരുടെ കൂട്ടത്തിലുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവന്റെ അതിരത്തിൽ നിന്ന് അടർന്നു വീണ വാക്ക് ഇന്നും ചരിത്രത്തിലും സിനിമകളിലുമൊക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? യു ടു ബ്രൂട്ടസ്. ബ്രൂട്ടസേ, നീയും കൂടിയാണല്ലോ എന്നെ ഈ ചതിച്ചത് എന്നുള്ള ചിന്ത. 1984 ഇന്ദിരാഗാന്ധി തന്റെ ഓഫീസിലേക്ക് നടന്നു പോകുമ്പോ കൂടെ നിന്ന അംഗർഷകര് 29 വെടിയുണ്ടകള് ചങ്കിലൂടെ പായിച്ചപ്പോ
നോക്കിയപ്പോ അവൾ കണ്ടത് ബിയാന്ത് സിംഗ് എന്ന് പറയുന്ന, സത്യം സിംഗ് എന്ന് പറയുന്ന തന്റെ അംഗരക്ഷകരെയാണ്. ഉരുക്കുവനിത എന്ന് കരുതിയ ഇന്ദിരായുടെ ഹൃദയം തകർന്നു പോയ നിമിഷങ്ങൾ. കൂടെയുള്ളവരൊക്കെ ചിലപ്പോ ഇത്തരത്തില് നമ്മെ ഒറ്റിക്കൊടുക്കുമ്പോ, നമ്മെ ബുദ്ധി മുറിവേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, ആ വേദനയാണ് ലോകം കണ്ട ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വേദനയിലൂടെ കടന്നു പോകുന്ന ക്രിസ്തുവിനെ നമ്മൾ അനുസ്മരിക്കുമ്പോ ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റെടുക്കേണ്ട വേദനയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കുരിശിന്റെ വഴിയിലൂടെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഇതാണ് കുരിശിന്റെ വഴിയുടെ ജീവിത ദർശനം. വഴിയുടെ ജീവിത ദർശനം വെറുതെ ഈ ദർശനം പറഞ്ഞു തീർന്ന കുരിശിന്റെ വഴിയുടെ പ്രസംഗം പൂർണ്ണമാകില്ല. ദുഃഖ വെള്ളിയാഴ്ച പ്രസംഗം പൂർണ്ണമാവില്ല. അതിന്റെ ആത്മീയതയും ദൈവശാസ്ത്രം കൂടി മനസ്സിലാക്കണം. കാരണം ഇന്ന് മാത്രം പള്ളിയിൽ വരുന്ന ചില വിശ്വാസികളെ കൊണ്ടെന്ന് ഞാൻ കരുതാണ്. അതുകൊണ്ട് അഗ്നപ്രാണനായി, നഗ്നനായി, ക്ഷീണിച്ച് കിടക്കുന്ന, വേദനയോടെ കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ഒരു ക്രിസ്തുവിനെ കണ്ടിട്ട് പോകേണ്ടതല്ല ദുഃഖവെള്ളി. പിന്നെന്താണ് ദുഃഖവെള്ളി? ദുഃഖവെള്ളി തരുന്ന സന്ദേശം എന്താണ്? മരിച്ചുപോയ ഒരു ദൈവത്തെയാണോ ദുഃഖവെള്ളിക്ക് പ്രഘോഷിക്കാനുള്ളത്? തകർന്നു പോയ ദൈവത്തെയാണ് പ്രഘോഷിക്കാനുള്ളത്? ഇന്ന് രാവിലെ മറ്റൊരു പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞ് അവിടുത്തെ ചെറിയ പ്രദർശനത്തിൽ പങ്കെടുക്കുമ്പോ അമ്മയുടെ കൈപിടിച്ച് നടന്നു പോകുന്ന ഒരു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, ഇതാണോ തമ്പാച്ചി? ഇതാണോ തമ്പാച്ചി? മൂന്നച്ഛന്മാർ കൂടി പിടിച്ചുകൊണ്ട് പകുതി തുണിയില്ലാതെ മുറിവുകളുമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണോ തമ്പാച്ചി? ഒരു കുഞ്ഞ് ചോദിച്ച ചോദ്യം രാവിലെ. ഇത് കുഞ്ഞിന് മാത്രമല്ല, ബുദ്ധിയുള്ളവന്, അറിവുള്ളവനൊക്കെയുള്ള സംശയമാണിത്. മരിച്ചവൻ ദൈവമാണോ എന്നുള്ള സംശയം. ദൈവത്തിന് മരിക്കാൻ പറ്റോ? മരിച്ചവൻ ദൈവമാണോ? കുത്തുകൊണ്ടവൻ, പീഡ സഹിച്ചവൻ, ചമ്പട്ടി എണിയേറ്റവൻ, കുഴിവുചാല് പോലെ പുറം പിളർക്കപ്പെട്ടവന് ദൈവമാവാൻ പറ്റുമോ? നമ്മുടെ ദേവാലയങ്ങളില് പ്രഥമ സ്ഥാനത്ത് നമ്മള് ഈ കുരിശിന്റെ രൂപം വെച്ചിരിക്കുന്നത്. കുരിശിലേറിയ ദൈവമാണ് നമ്മുടെ വിജയമാണ്. മരിച്ചവന്, മനുഷ്യന് മരിക്കുക എന്നുള്ളത് സ്വാഭാവിക. ദൈവം ഉയർക്കുക എന്നുള്ളത് സ്വാഭാവിക. മനുഷ്യന് മരിക്കാനും സാധിക്കും, ദൈവത്തിന് ഉയർക്കാനും സാധിക്കും. പക്ഷേ ദൈവത്തിന് മരിക്കാൻ സാധിക്കുമോ? ദൈവത്തിന് കാല് കഴുകാൻ സാധിക്കുമോ? ദൈവത്തിന് അടികൊള്ളാൻ സാധിക്കുമോ? അതാണ് അത്ഭുതം. ദൈവവും മരിക്കുന്നു. എന്തിനു വേണ്ടി മരിക്കുന്നു? നിന്നോടുള്ള സ്നേഹത്തെ പ്രതി, നിന്നെ സ്വന്തമാക്കാൻ, പിശാചിനെ തോൽപ്പിക്കാൻ ദൈവം മരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവശാസ്ത്രം. മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? യേശു ദൈവപുത്രനാണെന്ന് ലോകം മുഴുവൻ ഏറ്റുപറയാനാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ടത്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും, അവൻ അലറി കരഞ്ഞു എന്നാണ് കാണുക. He cried in a loud voice. ശബ്ദത്തിൽ കരഞ്ഞു. ആരാണത്? കുരിശിൽ കിടന്നവൻ. എന്നിട്ട് 39-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും, ശതാധിപൻ പറഞ്ഞു, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. മർക്കോസ് ശതാധിപന്റെ വായിൽ വെച്ചു കൊടുക്കുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന്. ഒരുപാട് കുരിശുമരണങ്ങൾ കണ്ട ശതാധിപൻ അവിടെ നിന്ന് വിറങ്ങലിച്ച് തിരിച്ചറിഞ്ഞിട്ട് പറയുന്നതാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നെന്ന്. കാരണം
കുരിശിൽ മരിക്കുന്നവന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരു ഞര പുറത്തേക്ക് വരില്ല. അവന്റെ നാവ് ഓടുപോലെ വറ്റി വരണ്ടു എന്നാണ് യെശയ്യാ പ്രവാചകൻ പറയുക. അത്രയ്ക്ക് ദാരുണമായ മരണമാണത്. ഇരു കാലുകളിലും കുത്തി നിന്ന് കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പിതാവിനെ വിളിച്ച് കരഞ്ഞ് അവൻ അട്ടഹാസമാണത്. ലൗഡ് വോയിസ്. ഇത് രാജഭേരിയാണ്. ശക്തനായ ദൈവത്തിന്റെ അട്ടഹാസമാണ്. എന്തട്ടഹാസമാണത്? തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണതയോടെ നിറവേറ്റിയവന്റെ വിജയം, പിശാചിന്റെ കുടില തന്ത്രങ്ങളെ തോൽപ്പിച്ചതിന്റെ വിജയം. പല പ്രലോഭനങ്ങളിലൂടെയും എല്ലാവരും ഓടിപ്പോയപ്പോഴും ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോഴും വലിയ സഹനത്തിലൂടെയും അവസാന നിമിഷം വരെ ചഞ്ചലമുണ്ടായപ്പോഴും അവൻ പിടിച്ചു നിന്ന് വിജയിച്ചു കഴിഞ്ഞപ്പോ ഒരു വിജയപേരി അവൻ മുഴക്കിയതാണ്. എല്ലാം നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വലിയ സ്വരം. പ്രിയമുള്ളവരെ, സർവ്വതിന്റെയും മേൽ വിജയം നേടിയ ദൈവം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് മരിച്ചതല്ല, നമ്മുടെ കർത്താവ് കൊല്ലപ്പെട്ടതല്ല. വചനത്തിൽ വായിക്കണം, അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, അവൻ സ്വയം കുരിശു മരണത്തിന് ഏൽപ്പിക്കപ്പെടപ്പെട്ട രാത്രിയിൽ he gave himself. ദൈവം മനസ്സായി ഇഷ്ടത്തോടെ സമർപ്പിച്ചതാണ്, കൊല്ലപ്പെട്ടതല്ല, കൊല്ലാൻ വിട്ടുകൊടുത്തതാണ്. ഇതാണ് ദുഃഖവെള്ളി വിജയത്തിന്റെ വെള്ളിയായിട്ട് മാറുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും ഇറക്കങ്ങളുടെയും താഴ്ചകളുടെയും സഹനങ്ങളുടെയും ദുഃഖങ്ങളുടെയും താഴ്വാരങ്ങളിലൂടെയും മരം കയറി ഇറങ്ങി പോകുമ്പോ ഈ ക്രിസ്തുവിനെ പോലെ സാത്താനെ പരാജയപ്പെടുത്താൻ നമുക്കാകണം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ആധിപത്യങ്ങളെയും അധികാരികളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. കല്ലറയിലേക്ക് പോകണ്ട, ഈ കുരിശിൽ തന്നെ വിജയമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലെ പ്രധാന ഭാഗത്ത് തന്നെ കുരിശ് വച്ചേക്കുന്നത്. ഈ കുരിശിലേക്ക് നോക്കുമ്പോ എന്റെ സഹനം വിജയമാണെന്ന് എല്ലാ വിശ്വാസികളും മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, എല്ലാവരും മനസ്സിലാക്കണം. സഹനം വരുമ്പോ യേശു എങ്ങനെ നേരിട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. സഹനം വരുമ്പോ മാനുഷികമായിട്ട് 3 തരത്തിൽ നമ്മൾ നേരിടും. ഒന്ന്, സഹനമുണ്ടാകുമ്പോ നാം ദൈവമേ എന്തിനെനിക്കിത് വെച്ചു, നീ എന്റെ കൂടെയില്ലേ, പിശാചിന് വിജയിക്കാൻ അവസരം കൊടുക്കുകയാണ് അവിടെ. സഹനം വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരെ, എനിക്ക് സഹനം ഉണ്ടാക്കിയവരെ, സഹോദരനെ, ആരാണോ അതിന് കാരണക്കാരൻ, അവനെ ദ്വേഷിക്കും. പിശാചിന് ആയുധം കൊടുക്കുകയാണ്, വിജയിക്കാൻ നീ അവനെ അനുവദിക്കുകയാണ്. സഹനമുണ്ടാകുമ്പോ കുറ്റബോധത്തിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകും. എന്റെ പാപങ്ങൾ നിമിത്തം, എന്റെ തിന്മകൾ നിമിത്തമാണല്ലോ എനിക്കിത് സംഭവിച്ചതെന്ന് നിന്നെ തന്നെ കുറ്റപ്പെടുത്തും. അവിടെയാണ് നിശബ്ദനായി, പരിഭവമില്ലാതെ, പരാതിയില്ലാതെ കത്രിക്കാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാട്ടിൻ കുഞ്ഞിനെ പോലെ നിന്നുകൊടുത്ത കർത്താവിന്റെ വിജയത്തെ നമ്മൾ പ്രഘോഷിക്കുന്നത്. നമ്മുടെ സഹനങ്ങൾ യാഥാർത്ഥ്യമാണ്, ജീവിതത്തിലുള്ളതാണ്. അതിനെ രക്ഷാകരമാക്കണമെങ്കിൽ ദൈവത്തെ, എന്ത് സഹനത്തിലും ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുക. സഹനത്തിനെ വിജയത്തിന്റെ ആയുധമാക്കണമെങ്കിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും, ആരൊക്കെ ദ്രോഹിച്ചാലും, ഒരു സഹോദരനെയോ സഹോദരിയോ പ്രിയപ്പെട്ടവരെയോ വിദ്വേഷിക്കാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. സഹനമുണ്ടാകുമ്പോൾ കുറ്റബോധത്തിന്റെ അടിമത്തത്തിലേക്ക് പോകാതെ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ വെളിച്ചത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. പശ്ചാത്താപത്തിലൂടെ കർത്താവിലേക്ക് മടങ്ങി വരിക. അപ്പോ കർത്താവ് പറഞ്ഞതുപോലെ നിനക്കും പറയാനായിട്ട് സാധിക്കും. അവസാനത്തെ വാക്കെന്താണെന്നറിയാമോ കർത്താവിന്റെ? നിന്റെ കരങ്ങളിൽ ഞാൻ എന്റെ ആത്മാവിനെ സമർപ്പിക്കും. യഹൂദ കുഞ്ഞുങ്ങള്
ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചൊല്ലുന്ന ഒരു സങ്കീർത്തനമാണിത്. പിതാവിന്റെ മടിയില് പതിയെ നാളെ ഉണരാൻ പോകുന്ന പ്രതീക്ഷയോർത്തിട്ട് പിതാവിന്റെ മടിയിൽ തലവെച്ചിട്ട് അവൻ പറയുന്നു, നിന്റെ കരങ്ങളിലെ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ വലിയ ശ്രേഷ്ഠതയാണ്. ഉറക്കത്തിലേക്കുള്ള പോക്ക് പോലെയാണ് കർത്താവ് തന്റെ ജീവിതത്തെ അവസാനിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തില് ഉയർന്ന കാഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, കുരിശിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ഈ മാതൃക നമുക്ക് പിന്തുടരാൻ സാധിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.